പ്രോജക്റ്റ് എടുത്താൽ ആ പ്രോജക്റ്റിൻ്റെ ചിലവ് അതിൻ്റെ 50% ആയിട്ട് വെട്ടിച്ചൊരുക്കുന്നതോടുകൂടി ആ പ്രോജക്റ്റേ പോയി. സർ, ഈ ഉത്തരവോടുകൂടി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു ശോഷിപ്പിലേക്ക് പോവുകയാണ്. സർ, അതിനു മേളിൽ പറക്കുന്ന ഏത് പരുന്താണുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കില്ലേ? 2024-25 സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്കലിൻ്റെ 27.5% തുകയായ 8,352 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സർ, നടപ്പ് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടിൻ്റെ 3 ഗഡുക്കൾ 5,714.72 കോടി രൂപ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കണക്കാക്കിയിട്ടുള്ളത്. പ്ലാൻ പ്രയോറിറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. എന്തായാലും അദ്ദേഹം അറിയാത്തൊരാളല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവുമായിട്ട് പൊതു പ്ലാനിന് ബന്ധമേയില്ല. അത് ഇപ്പോൾ തന്നെ 83% ചെലവഴിച്ചിട്ടുണ്ട്. SC/ST ഫണ്ട് തുടങ്ങിയതിനകത്ത് ഒരു പണവും അതിനകത്ത് കുറയുന്ന പ്രശ്നമില്ല, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ധനവകുപ്പിലെ 31/8/2024 ആ ഒരു ഉത്തരവ് പ്രകാരം 10 കോടി രൂപയ്ക്ക് മേൽ അടങ്കൽ തുക വരുന്ന പ്രോജക്റ്റുകൾ ഉൾപ്പെടെയുള്ള ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അടക്കം മറ്റ് 2 സെക്രട്ടറിമാർ കൂടി ചേർന്ന് ഒരു കമ്മിറ്റി അത് പരിശോധിക്കും എന്നാണ് വെച്ചിരിക്കുന്നത്. ഈ സമിതി പരിശോധിച്ചതിന് ശേഷം ഒന്നുകിൽ പദ്ധതി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഭരണാനുമതിയുടെ 50% ചുരുക്കുകയോ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഒരു പ്രോജക്റ്റ് എടുത്താൽ ആ പ്രോജക്റ്റിൻ്റെ ചിലവ് അതിൻ്റെ 50% ആയിട്ട് വെട്ടിച്ചൊരുക്കുന്നതോടുകൂടി ആ പ്രോജക്റ്റേ പോയി. സർ, 10 കോടിക്ക് താഴെയുള്ള പദ്ധതികൾ അനിവാര്യത സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറി, വകുപ്പ് അധ്യക്ഷന്മാർ ഇവരുമായിട്ട് കൂടിയാലോചിച്ച് ഭരണാനുമതി ഇവിടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. സർ, ഈ ഉത്തരവോടുകൂടി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു ശോഷിപ്പിലേക്ക് പോവുകയാണ്. AS നൽകിയ തുടർ പദ്ധതികളും പുതിയ പദ്ധതികളും 50% നിജപ്പെടുത്തുന്നതോടുകൂടി ഒരു പ്രോജക്റ്റും ആരംഭിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാകും. 2 കമ്മിറ്റികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അതിൻ്റെ അനിവാര്യത പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ MLA പ്രപ്പോസ് ചെയ്ത പ്രോജക്റ്റുകളെല്ലാം പോയില്ലേ? സർ, അതിനു മേളിൽ പറക്കുന്ന ഏത് പരുന്താണുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കില്ലേ? സർ, അതുകൊണ്ട് അതിൻ്റെ അനിവാര്യത പ്രത്യേകിച്ച് പരിശോധിക്കാനായിട്ട് നിൽക്കാതെ അനുവദിച്ച AS കിട്ടിയത് ബാക്കിയുള്ള നടപടികൾ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയാക്കണം. സർ, 2024-25 38,886.91 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. സർ, ഇപ്പോൾ പദ്ധതി വിഹിതത്തിൽ പുനഃക്രമീകരണം നടത്തുന്നതോടുകൂടി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ വളരെ മുരടിപ്പിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്കും ഈ വെട്ടിച്ചുരുക്കൽ വന്നിരിക്കുകയാണ് ആ പദ്ധതികൾ. സർ, കാലാകാലമായി കേരളത്തിൻ്റെ പൊതുസ്ഥിതി എടുത്തു നോക്കിയാൽ മതി. ലാപ്സായി പോകുന്ന തുകയിലെ ഏറെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള തുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതിൻ്റെ സൈഡ് ലൈറ്റായിട്ട് നിൽക്കുകയാണ്. അതുകൂടി പരിശോധിച്ചാൽ മതി. SCP സ്കീം ഇവിടെ സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാനിൽ ആകെ വിഹിതത്തിൻ്റെ 78% അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? സാർ, അതോടുകൂടി ആ പദ്ധതിയും മുന്നോട്ട് പോകുന്ന സ്ഥിതി വരുന്നില്ല. വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള അതിൻ്റെ കുടിശ്ശിക, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക എന്നിവയ്ക്കാണ് പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ക്ഷേമ പദ്ധതികളുടെ വിഹിതം വെട്ടിച്ചുരുക്കിയിട്ടും ക്ഷേമ പദ്ധതിക്ക് കൊടുക്കേണ്ട തുക കൊടുക്കുന്നില്ല. സെസ്സും പെട്രോൾ ഡീസലും എന്നിവയിലെ അധിക നികുതിയും അത് കൂടാതെയാണ് ഇതുപോലുള്ള ചുരുക്കം കൂടി വരുന്നത്. സാർ, ഒരു കാര്യം കൂടിയുണ്ട്. MLA ഫണ്ട് അനുവദിച്ചിട്ട് ഇവിടെ LSGDയുടെ ചീഫ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പദ്ധതികളുടെ ബില്ലുകൾ പോലും മാറുന്നില്ല. അങ്ങൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ സുതാര്യമായി മുന്നോട്ട് പോകണം, വളരെ സ്പീഡിൽ പോകണം. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 1ാം ഭാഗ റിപ്പോർട്ടിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനപ്രകാരം 2021-22 സാമ്പത്തിക വർഷം മുതൽ വികസന ഫണ്ടിൻ്റെ വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 26% വികസന ഫണ്ടായി നൽകുന്നതിനും പ്രസ്തുത ശതമാനം 30% ആകുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ 0.5% വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്കലിൻ്റെ 27.5% തുകയായ 8,352 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആയതിൽ കേരള ഖരമാലിന്യ സംസ്കരണ പ്രോജക്റ്റിന് KSWMP 180 കോടി രൂപ 27.5% പുറമെയാണ് വകയിരുത്തിയിട്ടുള്ളത്. സർ, നടപ്പ് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടിൻ്റെ 3 ഗഡുക്കൾ 5,714.72 കോടി രൂപ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമായ RLBകൾക്കുള്ള 15ാം ധനകാര്യ കമ്മീഷൻ തുകയായ 1,334 കോടി രൂപയും
KSWMB ഭാഗമായി 14.69 കോടി രൂപയും ചേർത്ത് ആകെ 7063.41 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 3 ഗഡുക്കളായി 4132.79 കോടി രൂപയും GPF ആയി 2315.63 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കണക്കാക്കിയിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷങ്ങൾക്കുള്ള അർബൻ ലോക്കൽ ബോഡീസ്, നോൺ മില്യൺ പ്ലസ് സിറ്റീസ് ആൻഡ് മില്യൺ പ്ലസ് അർബൻ അഗ്ലോമറേഷൻസ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടില്ല. ഇതിൽ ആരോഗ്യ മേഖലാ ഗ്രാന്റായ 612.28 കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട്. ULBകൾക്കുള്ള 687 കോടി രൂപയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഈ വർഷത്തെ വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ്, ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവ കൃത്യമായി നൽകിയിട്ടുണ്ട്. നിലവിൽ 2024-25 സാമ്പത്തിക വർഷം 10/3/2025 വരെ വികസന ഫണ്ടിനത്തിൽ അനുവദിച്ച 5847 കോടി രൂപ പ്രാദേശിക സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതാണ് എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല സർ. അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പോയി മറ്റ് 2 ചീഫ് സെക്രട്ടറിയും 2 ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന സെക്രട്ടറിമാരും അടക്കമുള്ള കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. അത് പ്ലാൻ പ്രയോറിറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. എന്തായാലും അദ്ദേഹം അറിയാത്തൊരാളല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവുമായിട്ട് പൊതു പ്ലാനിന് ബന്ധമേ ഇല്ല. അത് ഇപ്പോൾ തന്നെ 83% ചെലവഴിച്ചിട്ടുണ്ട്. 100% എത്തും എന്നുള്ളതാണ്. അതിനുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത്, കുറവ് വരില്ല. പ്രയോറിറ്റൈസേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കരുത് സഭയെ. ചോദ്യം ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം. കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സാർ. SC/ST ഫണ്ട് തുടങ്ങിയതിനകത്ത് ഒരു പണവും അതിനകത്ത് കുറയുന്ന പ്രശ്നമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തെ കുടിശ്ശികകളെല്ലാം കഴിഞ്ഞ വർഷം ഈ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് മേടിച്ച പണം ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം പഴയ കുടിശ്ശികൾ അന്ന് വരെയുള്ള ബില്ലുകൾ മുഴുവൻ തീർക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ മാർച്ചിലെടുത്തത്. 1400 കോടി രൂപ. ഇതുകൂടാതെ നെല്ലിൻ്റെത് കേരള ബാങ്കിന് കൊടുക്കേണ്ടത് കൊടുത്തു, KSRTC, KTDFCക്ക് കൊടുത്തേണ്ട തുകയെല്ലാം കൊടുത്തുണ്ട്. കഴിഞ്ഞ മാർച്ചിലേ ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ടത് അതിനൊക്കെ ഏതോ പ്രത്യേകത വന്നു എന്ന് പറയുന്നത് തെറ്റാണ്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ 100% പണം കൊടുക്കുന്ന മാത്രമല്ല, അങ്ങുൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാം മണ്ഡലങ്ങളിൽ 1000 കോടി രൂപയാണ് CMMLRP ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിക്കായിട്ട് ഇപ്പം നമ്മൾ കൊടുത്ത 1000 കോടി രൂപ. ആ 1000 കോടി രൂപ എക്സ്ട്രയാണ് സാർ. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഈ പറഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് സാർ. പ്ലാൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വെച്ചേക്കുന്ന ഒരു പ്രത്യേക സ്ട്രീമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. അതിനകത്ത് സ്പെൻഡിങ് കൂടും. പൊതുവിലുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ കുറവ് വരില്ല. ഇതുപോലെ പ്രയോറിറ്റി സെക്ഷൻസിനുള്ളത് കുറയേയില്ല സാർ.